Hi everyone, this is Jebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിയിൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ഏറ്റവും പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും വീഡിയോസ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വാൾപേപ്പറും ടിപ്സും ട്രിക്സും അവിടെ അറിയാൻ പറ്റും. ഫോളോ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് എല്ലാ ന്യൂസുകളും നോക്കാം. ദിസ് ഇസ് ജെബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും അത് നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.3ൻ്റെ ബീറ്റ 2 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ മേജറായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ മാറ്റി എന്നതല്ലാതെ ഒരു വലിയ ഫണ്ടമെൻ്റൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, iOS 26.3 എന്ന് പറയുന്നത് ഒരു വലിയ ഓവർ ചേഞ്ചിൻ്റെ അപ്ഡേഷൻ അല്ല. ഇനി വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 26.4 ആണ്. ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഗൂഗിളും ആപ്പിളും ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ് അവരുടെ ഒരു മൾട്ടി ഇയർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പാർട്ട്ണർഷിപ്പ്? ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കുറച്ചും കൂടെ അപ്സ്കെയിൽ ചെയ്യാനായിട്ട് ഗൂഗിളിൻ്റെ ജെമിനി ഓഫേഴ്സ് എടുക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് 1.3 ട്രില്യൺ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ കടമെടുത്തുകൊണ്ട് ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വരുന്ന അപ്ഡേറ്റുകൾ നമുക്കത് കാണാൻ പറ്റും. iOS 26.4 മുതൽ നമുക്ക് അതിൻ്റെ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. iOS 27 ഒക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫീച്ചേഴ്സും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ ഒരു ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെയും ഗൂഗിൾ ജെമിനിയുടെയും ഒരു മൾട്ടി ഇയർ കൊളാബറേഷൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് ഐഡിയ എന്താണ് ഇനി വരാൻ പോകുന്ന പുതിയ സിറിയുടെ ആ ഒരു കാര്യങ്ങൾ എന്ന് മനസ്സിലാവും. സോ ഇനി ഈ ഒരു അപ്ഡേറ്റ് കൂടാതെ ആപ്പിൾ ലോകത്ത് വേറൊരു ഫണ്ടമെൻ്റലായ ചേഞ്ച് കൂടെ വരുന്നുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല, എല്ലാ സോഷ്യൽ മീഡിയയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കുറച്ചധികം പേരിലായിരിക്കും അഡോബ്, ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ പ്രോ എന്നീ പറഞ്ഞ പേരുകൾ, ഫോട്ടോഷോപ്പ് എന്നൊക്കെ പറഞ്ഞ പേരുകൾ. ഇതെല്ലാം ഒരു മദർ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന കുറേ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് അഡോബ് എന്ന് പറഞ്ഞാൽ ഒരു മദർ കമ്പനിയുടെ അടിയിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഈ ഒരു കമ്പനിയുടെ എല്ലാ ആപ്ലിക്കേഷൻസിനും ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വരുന്ന ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. അഡോബിൻ്റെ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സെയിം ഫയല് നമുക്ക് പ്രീമിയർ പ്രോയിലിട്ട് വർക്ക് ചെയ്യാം. പ്രീമിയർ പ്രോയിലിട്ട് വർക്ക് ചെയ്യുന്ന അതേ ഫയൽ നമുക്ക് ആഫ്റ്റർ എഫക്റ്റിലിട്ട് വർക്ക് ചെയ്യാം. കാരണം ഇതെല്ലാം ഒറ്റ കമ്പനിയിൽ ഒരു സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. സെയിം അതേ പ്രോട്ടോകോൾ അല്ലെങ്കിൽ അതേ പ്രിൻസിപ്പിൾ ആപ്പിൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ആപ്പിൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ബണ്ടിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറേയധികം ആപ്ലിക്കേഷൻസ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫൈനൽ കട്ട് പ്രോ, മോഷൻ, കംപ്രസർ, പിക്സലോമീറ്റർ എന്നിങ്ങനെ ആപ്പിളിൻ്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ മീഡിയ ആപ്ലിക്കേഷൻസ് ആണ് ലഭിക്കുന്നത്. ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് ആയിട്ടും നമുക്ക് ഇയർലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷനായിട്ടും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയൊരു ഡൗട്ട് വരുന്നത്, ഇപ്പം ഞാൻ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുത്ത അല്ലെങ്കിൽ ഇയർലി 1 ടൈം പർച്ചേസ് ചെയ്തിട്ടുള്ള ഫൈനൽ കട്ട് പ്രോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 30,000 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മോഷൻസ് എടുത്തിട്ടുണ്ടാവും, കുറേ പേര് കംപ്രസർ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ ആൾക്കാരും അവർക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് 1 ടൈം പർച്ചേസിൽ വാങ്ങിച്ചപ്പോൾ ഈ ബണ്ടിൽ വാങ്ങിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? ബണ്ടിൽ വാങ്ങിക്കുമ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പ് ഐക്കൺസ് വരെ നമുക്ക് ചേഞ്ച് ആവും. 1 ടൈം പർച്ചേസ് എടുത്ത ആൾക്കാർക്ക്, എനിക്കൊക്കെ ഫൈനൽ കട്ട് പ്രോ ഒരു നോർമൽ ആപ്പ് ഐക്കൺ ആയിരിക്കും. പക്ഷെ ബണ്ടിലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് FCPയും ഈ പറഞ്ഞ മോഷനും കംപ്രസറും എല്ലാം ഒരു ഡിഫറെൻറ്റ് ആപ്പ് ഐക്കണിൽ കാണുന്നതുകൊണ്ട് തന്നെ അവർ ബണ്ടിലെടുത്തതാണെന്നും നോർമൽ ആപ്പ് ഐക്കണിൽ എടുക്കുന്ന ആൾക്കാർക്ക് അത് യൂഷ്വൽ ഒരു സിംഗിൾ ടൈം പർച്ചേസ് എടുത്താണെന്നും നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ആൻഡ് ഈ ഒരു ബണ്ടിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജാനുവരി 28 മുതലാണ്. ഇത് പറഞ്ഞു വരുമ്പോഴാണ് 29 മേ ബി ആപ്പിൾ പുതിയ മാക്ബുക്ക് സീരീസ് M5 പ്രോൻ്റെ സീരീസ് റിലീസ് ചെയ്യുന്നു. ഒരു എന്താ പറയുക, കരക്കമ്പി കേൾക്കുന്നുണ്ട്. വായാൽ ഉപ്പിട്ടിട്ട് കേട്ടാൽ മതി. കാരണം ആപ്പിൾ ഇപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും കറക്റ്റ് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും 28 റിലീസ് ചെയ്യുന്നത് മാക് ഫോക്കസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. സോ അതിന് വേണ്ടിയുള്ള
കുറച്ച് ഹൈ എൻഡ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന മാക്ബുക്കും 29-ാം തീയതി, എനിക്ക് തോന്നുന്നു 29-ാം തീയതി വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു, ആ ഒരു ഡേ ആപ്പിൾ റിലീസ് ചെയ്യും എന്നും നമുക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പുതിയ ഒരു മാക്ബുക്ക് സീരീസും നമുക്ക് കാണാം. അടുത്ത ന്യൂസാണ് പിക്സൽമേറ്റർ പ്രോ എന്ന ആപ്ലിക്കേഷൻ ഓൾറെഡി ആപ്പിൾ അക്വയർ ചെയ്ത ഒരു ഫോട്ടോഷോപ്പ് പോലത്തെ ഒരു ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം, കുറേ പേർ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഐപാഡിൽ പ്രോയിലേക്കുണ്ട്, അല്ലെങ്കിൽ ഐപാഡ് സീരീസ് വിത്ത് ആപ്പിൾ പെൻസിൽ സപ്പോർട്ടിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പോകുന്നതും വരാൻ പോകുന്ന കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ എഫിഷ്യൻസിയും അതോടൊപ്പം ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഐപാഡിലും ഈ പറഞ്ഞ ഫൈനൽ കട്ട് പ്രോ ഉണ്ട്, അതോടൊപ്പം നമുക്ക് ഡാവിഞ്ചി റിസോൾവ് കിട്ടും, ഇപ്പോൾ പിക്സൽമേറ്റർ പ്രോ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അവരുടെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാനായിട്ട് ഐപാഡ് തന്നെ മതിയാകും എന്നുള്ളൊരു രീതിയിലേക്കും കൂടെ ഐപാഡ് ഒരു മിനി മാക്ബുക്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയും പുതിയ ആപ്ലിക്കേഷൻ ഐപാഡ് സീരീസിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ന്യൂസ് വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും എല്ലാം അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു കൊല്ലം നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വാൾപേപ്പേഴ്സും അതോടൊപ്പം ലീക്സും റൂമേഴ്സും അവിടെ അറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Evan Xavier signing from Evica.